എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 ആണ്ടിൽ യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഓർമ്മ പുതുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് ഇടയാക്കിയിരിക്കുന്നു. ഈ കൃഷ്ണാനുഭാഴ്ചയിൽ പ്രത്യേകമായി നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ളതുപോലെ 10 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ ആഴ്ച മുഴുവനായും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, അതിനു മുമ്പ് ചാമ്പൽ ബുധനാഴ്ച തൊട്ട് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമുള്ള രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, അതെല്ലാം നമ്മുടെ നോമ്പ് ആചരണത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആക്കം കൂട്ടുന്നതിന് പര്യാപ്തമായി ആയിരിക്കണം എന്ന് വിചാരിച്ച് സഭ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നമ്മിൽ പലരും ആ ഒരു ചിന്തയോടെ അതിനുവേണ്ടി സമയം പ്രത്യേകമായി വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വലിയ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദുഃഖവെള്ളിയാഴ്ച. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന അവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ പാരമ്യത എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വന്തം പുത്രനെ എങ്ങനെയാണ് ദൈവം ലോകത്തിന് എൻ്റെയും നിങ്ങളെയും രക്ഷയ്ക്ക് അയച്ചത് അല്ലെങ്കിൽ നൽകിയത് എന്നുള്ളതിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് ഈ നോമ്പ് ആചരണ വേളകളിലൊക്കെയും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനവും വളരെ അർത്ഥവത്തായി തീരുവാൻ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ക്രൂശുമരണത്തിലേക്കും അതുപോലെ തന്നെ അതിലേക്ക് നയിച്ച സംഗതികളിലേക്ക് നമുക്കൊരു നിമിഷം നമ്മുടെ മനക്കണ്ണുകളെ തുറക്കാം, തലവണക്കാം, പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ഈ വർഷം അങ്ങയുടെ വിശുദ്ധവാരം ആചരിപ്പാൻ തക്കവണ്ണം ഭാഗ്യം തന്നിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതായ പങ്കപ്പാടുകൾ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റതായ മുറിവുകൾ, പീഡനങ്ങൾ, പ്രതിസന്ധികൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ എല്ലാം ഞങ്ങൾ സമയത്ത് ഓർക്കുന്നു. പിതാവ് ഞങ്ങളെ സ്നേഹിച്ച, ദൈവം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ നിമിത്തമാകുന്നു ഇതൊക്കെയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അതെപ്രകാരം നടപ്പായി ദൈവം നടപ്പാക്കി, പിതാവായി ദൈവം നടപ്പാക്കി എന്നുള്ളതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർക്കുവാനും അതോർത്തങ്ങെ മഹത്വപ്പെടുത്തുവാനും അങ്ങോട്ട് ചേർന്ന് നിൽപ്പാനും ഞങ്ങളെ അവിടെ സഹായിക്കണം. അല്പസമയം ഈ വലിയ വെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ ക്രൂശിലെ മൊഴികൾ ധ്യാനിക്കുന്ന വേളയിൽ അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കട്ടെ. ഞങ്ങളുടെ ചിന്തകളെ അങ്ങോട്ട് ഭരിക്കണം. കർത്താവേ, ലോകത്തിൻ്റെ മറ്റെല്ലാ ചിന്തകളും വിട്ട് അങ്ങയുടെ ക്രൂശിൽ കിടക്കുന്ന അങ്ങയിൽ നിന്ന്, അങ്ങയുടെ വായിൽ നിന്ന് വരുന്ന മൊഴികളെ ധ്യാനിപ്പാൻ ഞങ്ങളെ ശ്രദ്ധയുള്ളതാക്കണം. ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളെ ആന്തരിക ശ്രവണങ്ങളെയും കർത്താവ് ഞങ്ങളതിനു വേണ്ടി ഒരുക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മാനവമോത്തിൽ അംഗമാത്തെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ഈ ക്രൂശുമരണം എന്ന് നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശു ഏറ്റ ബുദ്ധിമുട്ടുകൾ, പങ്കപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാക്കിൽ എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ദൈവഭാഗത്തു നിന്ന് അകന്നുപോയ മനുഷ്യരെ, എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ആദ്യങ്ങൾ തന്നെ ദൈവം ഒരുക്കിയ പദ്ധതിയുടെ, രക്ഷണ്യവേലയുടെ, രക്ഷാകര പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളാണ് നമുക്കവിടെ ക്രൂശിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം, ദൈവത്തിൻ്റെ മുന്നറിയിപ്പിൻ പ്രകാരം, പ്രവാചകന്മാരുടെ പ്രവചന നിവൃത്തികൾക്കനുസരിച്ച് സംഭവിച്ചു എന്ന് യേശുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും കാണുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ യേശുവിൻ്റെ അങ്കി അവർ ചീട്ടിടുന്നത് പോലും നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കും, എല്ലാം പ്രവചനങ്ങളാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഈ ക്രൂശുമരണത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവം അത് സമ്മതിച്ചിരുന്നു, പിതാവായ ദൈവം അത് സമ്മതിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുതന്നെയാണ് ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ ശ്രേഷ്ഠമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോടുള്ള ആ പ്രത്യേക അവസരത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകമായുള്ള വളരെ ശക്തമായ പ്രാർത്ഥനയിൽ
അപേക്ഷയിൽ ശിഷ്യന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ട് യേശു പ്രത്യേകമായി മുമ്പോട്ട് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരോ വിഷയമാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. അത് വീണ്ടും അത് ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെയും അത് ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വാക്കുകൂടെ ചേർത്ത് പറഞ്ഞു: അങ്ങനെ അല്ല എങ്കിൽ അത് നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യണം, എൻ്റെ ഇഷ്ടമല്ല. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി പുത്രൻ കടന്നു പോകുന്ന വഴികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നലെയെല്ലാം വളരെ സുഖമായി കിടന്നുറങ്ങി ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ അല്പമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ധ്യാനത്തിനാണ് നമ്മൾ ഇരിക്കുമ്പോൾ, ഇതിന് ശേഷം നമ്മൾ സ്നേഹവിരുന്നോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച കഞ്ഞിയൊക്കെ കുടിച്ച് തിരികെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ആ ഒരു സന്ദർഭമല്ല ഇവിടെ യേശുവിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ പിൻഗമിച്ച ആളുകൾക്ക് അപ്രകാരമുള്ള അനുഭവമല്ലായിരുന്നു. അതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യ സംഭവമാണ്. അതിനുശേഷം നമ്മൾ ഓരോ വർഷവും ഇത് ധ്യാനിക്കുമ്പോൾ അതെന്തിനു വേണ്ടി എന്ന്, ആർക്ക് വേണ്ടി എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ഞാൻ വായിച്ച വേദഭാഗത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് തൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു എന്നുള്ളതാണ്. എന്നെയും നിങ്ങളെയും സ്നേഹിച്ച ആ സ്നേഹം മൂലം, സ്നേഹത്തിൻ്റെ പാരമ്യത എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ശിക്ഷയിൽ നമ്മളെ വിടുവിക്കുകയാണ്. നീതിമാനായ ദൈവത്തിന് വെറുതെ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ രക്ഷിപ്പാൻ സാധിക്കുകയുള്ളൂ. നീതിമാനായ ദൈവത്തിന്, നീതി എന്ന് പറയുന്നത് ദൈവം വിശുദ്ധനാകിയാൽ ആ വിശുദ്ധിയോടെ മാത്രമേ ദൈവസന്നിധിയിലെ ദൈവത്തിനടുത്തേക്ക് ചെല്ലാൻ സാധിക്കൂ. വിശുദ്ധിക്ക് ഭംഗം വരുത്തിയിരിക്കുന്നു, വിശുദ്ധി നമ്മളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, മനുഷ്യരിൽ, എന്നെയും ആദിമ മനുഷ്യരിൽ വിശുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ട് അവനെ ആ വിശുദ്ധ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, രക്ഷണ വേല എന്ന് പറയുന്നത്, ആ രക്ഷാദൗത്യം എന്നുള്ളത്. ആ ശുദ്ധീകരണ പ്രക്രിയയാണ് അവിടെ കാണുന്ന ചരിത്ര സംഭവങ്ങൾ മുഴുവനും. പഴയ നിയമത്തിൽ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പക്ഷേ ധ്യാനിച്ചിട്ടുണ്ടാവാം, പെസഹ ആചരണത്തെക്കുറിച്ച്. പെസഹ ആചരണത്തിലും അതിൻ്റെ കാതലായ സംഗതി എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. വിശുദ്ധനായ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെ ഒരു വലിയ ശിക്ഷയിൽ നിന്ന്, മരണദൂതനിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടത്, മരണദൂതൻ അവരെ കടന്നുപോയത് അവരുടെ വീടിൻ്റെ വാതിലിൻ്റെ കട്ടളപ്പടിമേൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളമുണ്ടായിരുന്നു, മുദ്രയിട്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് യഹോവയുടെ പെസഹ യാഗം. മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ മക്കളെ മരണദൂതൻ തൊടാതിരിപ്പാനായിട്ട് ദൈവം ഏർപ്പെടുത്തിയ ആ കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള അടയാളപ്പെടുത്തൽ ഉള്ളതുകൊണ്ട് സംഹാരദൂതൻ കടക്കാതെ, ആ വീട്ടിൽ പ്രവേശിക്കാതെ, മിസ്രൈമ്യരോട് കൂടെ ശിക്ഷിക്കപ്പെടാതെ ഇസ്രായേൽ മക്കളെ രക്ഷിച്ച യഹോവയുടെ പെസഹ യാഗം എന്ന് നീ നിൻ്റെ തലമുറയോട് പറയണം എന്ന് പെസഹ ആചരണത്തിൽ ദൈവം മിസ്രൈമിൽ വെച്ച് തന്നെ ഇസ്രായേൽ മക്കളെ ഓർമ്മപ്പെടുത്തുന്ന സന്തതി പരമ്പരകളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അതിന് മറ്റൊരർത്ഥം ഇന്നലെ നമ്മൾ ധ്യാനിച്ചപ്പോൾ അതിന് മറ്റൊരർത്ഥം ദൈവപുത്രൻ നൽകി. അവിടെ പാപപരിഹാരമായിട്ട് ഒരു യാഗം കഴിക്കണമെങ്കിൽ ആ യാഗം താൻ തന്നെ ആയിത്തീർന്നു. ഒരു ഉടൽ ഉടയ്ക്കപ്പെടണമെങ്കിൽ അതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു. രക്തം അവിടെ ചിന്തപ്പെടണമെങ്കിൽ അത് എൻ്റെ രക്തം എന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും എടുത്ത് അവർക്ക് നൽകി. പുതിയൊരു ക്രമം, പെസഹായ്ക്ക് പുതിയൊരു ക്രമം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ സ്ഥാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം എന്ന് അവിടെ പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. ആത്യന്തികമായിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ഈ ക്രൂശ് മരണം കൊണ്ട് നമുക്കുണ്ടായ നേട്ടം, മനുഷ്യരാശിക്കുണ്ടായ നേട്ടം വേറെ ഒന്നുമല്ല. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ്. യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ നിൽക്കില്ലായിരുന്നു. ഇങ്ങനെയൊരു കത്തീഡ്രൽ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടം ജനം ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഇങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങളും ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല. അതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയാം. ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, എല്ലാം വ്യർത്ഥം. അതാണ് മരണത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. മരണത്തോടെ നമുക്ക് നേടിയ നേട്ടം എന്ന് പറയുന്നത് അതാണ്. ഈ കഷ്ടപ്പാടിൻ്റെ പങ്കപ്പാടിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ടതാണ്. എന്താണ് ഈ ക്രൂശ് മരണത്തിലൂടെ ദൈവം നമുക്ക് നൽകിയത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ആഴം എന്തുമാത്രമാണ് എന്ന് നമ്മൾ
ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കതിനെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. ക്രിസ്തു മരിച്ചില്ലെങ്കിൽ, ക്രിസ്തു ഇപ്രകാരം കഷ്ടങ്ങൾ അനുഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിതൊന്നും ഇന്ന് സാധ്യമായി തീരുകയില്ലായിരുന്നു. അതുകൊണ്ട് അതാണ് അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ, ദൈവത്തിൻ്റെ രക്ഷണ്യവേലയുടെ, ദൈവത്തിൻ്റെ മിഷൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ നമ്മളിവിടെ വായിച്ചു വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യേശു കൃത്യമായി ഈ ക്രൂശ് മരണത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ കുരിശിലേക്ക് നടന്നെടുക്കുകയായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ഞായറാഴ്ച യേശു ദേവാലയത്തിൽ ചെന്ന് ആ പെരുന്നാളിൽ പങ്കെടുത്താണ് നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയം എന്തിനു വേണ്ടിയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശ നിവൃത്തി അവിടെ സാധിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി യേശു ഒരു ചമ്മട്ടി കൊണ്ട് അവരെ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വ്യാവസായികമായിട്ടുള്ള വാണിജ്യപരമായ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. ഇത് സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളതിനെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് നേരെ കടകവിരുദ്ധമായ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ് അവിടെ ഒരു ശുദ്ധീകരണം വരുത്തുന്ന കാണുമ്പോൾ ശുദ്ധീകരണം, യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണം, അത് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ തൻ്റെ പിതാവിനെ ആരാധിപ്പാനായിട്ട് ആലയം വേർതിരിച്ചത്? അതിന് കടകവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടതിൽ പുത്രൻ അവിടെ അതിനെ എതിരെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ പലതരത്തിലുള്ള ഉപദേശങ്ങൾ അവർക്ക് നൽകിയതായിട്ട് കാണുവാൻ സാധിക്കും. വീണ്ടും പെസഹയുടെ പ്രധാനപ്പെട്ട നാളിൽ ഇന്നലെ പെസഹ ശിഷ്യന്മാരോടുകൂടെ ആചരിച്ചതിന് ശേഷം അവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല. അവിടെ യൂദാ പോലും ഉണ്ടായിരുന്നു, തന്നെ ഒറ്റുകൊടുത്ത യൂദാ പോലും ഇവിടെ ഉണ്ടായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ശക്തിപ്പെടാൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ തുടർന്ന് വരുന്ന ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയത്തില്ലാതെ, അല്ലെങ്കിൽ അതിനു മുമ്പിൽ മാനുഷികമായിട്ട് പറയുമ്പോൾ പകച്ചു നിന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നറിയാം. അവിടെ യേശു തന്നെ കാണിച്ചു കൊടുത്തു, തൻ്റെ ശരീരം അപ്പം എടുത്ത് നുറുക്കിയതുപോലെ തൻ്റെ ശരീരം നുറുങ്ങാൻ പോകുന്നു. വീഞ്ഞെടുത്ത് വാഴ്ത്തിയവർക്ക് കൊടുത്തതുപോലെ തൻ്റെ രക്തം ചിന്തപ്പെടാൻ പോകുന്നു. അക്ഷരാർത്ഥത്തിൽ അതിനുള്ള തയ്യാറെടുപ്പിൽ പുത്രൻ പിതാവുമായുള്ള സംസർഗത്തിലായിരുന്നു. കൂടെ ശിഷ്യന്മാർക്ക് ഉറങ്ങാതെ ഇരിപ്പാൻ കഴിഞ്ഞില്ല എന്നോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്നുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ പല ഇടങ്ങളിൽ യേശുവിനെ വിസ്തരിച്ചു. നീതിമാനെ അവനിൽ ഒരു അനീതി കണ്ടെത്താൻ മനഃപൂർവ്വം പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. അത് അന്നും ഇന്നും എന്നും ഒരുപോലെ എന്ന് നമുക്ക് കാണാം. സമകാലീന നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോഴും സത്യത്തെ തമസ്കരിക്കാൻ വേണ്ടി സത്യത്തിന് എതിരെയുള്ള കെട്ടുകഥകളിലൂടെ ഉണ്ടാക്കി സത്യത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ശ്രമം മനുഷ്യൻ്റെ എല്ലാ കാലത്തും അധികാരങ്ങളെല്ലാ സ്ഥാനത്തും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നേരായ പാതയിൽ പോകാതെ വളഞ്ഞ പാതയിൽ പോയി അത് നേരെയാകാൻ ശ്രമിക്കുന്ന ഒരു ജനസമൂഹം എപ്പോഴും ഉണ്ട്. സത്യത്തിന് ചെവി കൊടുക്കാതെ അസത്യത്തിനോട് പറ്റിച്ചേരുന്ന ഒരു ജനസമൂഹം എല്ലാ കാലങ്ങളിലും ഉണ്ട്. ഭരണകർത്താവായ ഇവിടെ പീലാത്തോസ് പോലും പറയുന്നു, ഈ മനുഷ്യന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണാത്തവനെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കേണ്ടത്? വിട്ടയക്കാൻ സാധിക്കുമെങ്കിലും ചില നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നാടുവാഴിയും അവനെ കൈയൊഴിയുന്നവൻ കൈ കഴുകി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവസാനം യേശുവിനെ ക്രൂശിക്കേണ്ടതിനെ വിട്ടുകൊടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണുവാനാണ് ഇടയ്ക്കുള്ള ധ്യാനത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. യേശുവിനെ പടയാളികൾ കൈയേറ്റു കൊണ്ടുപോകുന്ന ചിത്രമാണ് നമ്മൾ ഇന്ന് അല്പം മുമ്പ് വായിച്ച് കേട്ടത്. നമുക്കതിനെക്കുറിച്ച് ധ്യാനിക്കാം. നമുക്ക് സ്നേഹമാം ശുക്രൂശേറി എന്നുള്ള കീർത്തനത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ ആദ്യമേ പാടിക്കൊണ്ട് ഒന്നാമത്തെ മൊഴി നമുക്ക് ധ്യാനിക്കാം. സ്നേഹമാമ ശുക്രൂശേറി എന്നുള്ള 113 കീർത്തനത്തിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ പാടി ഒന്നാമത്തെ മൊഴി നമുക്ക് ധ്യാനിക്കാം. നമുക്ക് എഴുന്നേറ്റേൽക്കാം.
ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33-34 എന്നീ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33-34 എന്നീ വാക്യങ്ങൾ. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. ആമുഖമായി ഞാൻ പറഞ്ഞു അതിൻ്റെ സാഹചര്യങ്ങളിലെ ചില ഭാഗങ്ങൾ. ശാരീരികമായ ക്ലേശങ്ങൾ, തലേ ദിവസത്തെ ചോദ്യം ചെയ്യലുകൾ, ഉറക്കളപ്പ്, അതിൻ്റെ നടുവിൽ 33 തിരുവയസ്സുള്ള യൗവനക്കാരൻ ആകെ തളർന്നു. അവന് തന്നെ ആ വലിയ മരക്കുരിശ് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയാൽ അവനെ ജീവനോടെ ക്രൂശിക്കാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പട്ടാളക്കാർ അവനെ ജീവനോടെ ക്രൂശിക്കേണ്ടതിന്, ആരോഗ്യത്തോടെ അവനെ മരിക്കുന്നതിന് മുമ്പ് അവനെ തലയോടിയിടത്ത് എന്ന സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി, ക്രൂശിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി അവന് ക്രൂശ് ചുമപ്പാൻ ശീമോൻ എന്ന കുറേനക്കാരനെ പിടിച്ചു. കുരിശ് അവൻ്റെ ചുമലിൽ കൊടുത്തു. യേശുവിനെ പിന്നാലെ നടക്കുമാറാക്കി. യേശുവിനെ ക്രൂശിപ്പാനുള്ള ക്രൂശുമായി അതുവരെ യേശു നടന്നു. ഗീതത്തിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്, കുരിശിപ്പാനായി കുരിശെടുപ്പിക്കുന്നു എന്ന്. കുരിശിപ്പാനായി കുരിശെടുത്തുകൊണ്ട് പോകുന്ന യേശുവിനെ, താൻ തന്നെ കുരിശിലേറാണ്ട് കുരിശ് താൻ തന്നെ ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിനെ. വളരെ അർത്ഥവത്തായ ഒരു പാട്ട് നമുക്ക് ഇതുപോലുള്ള സമയങ്ങളിൽ പാടുന്ന ഒരു പാട്ടാണ് ഗീതത്തിലെ പാട്ട്. ഇവിടെ ജീവനോടെ ക്രൂശിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ യേശുവിനെ കുരിശ് അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റി ശിമോനെ ഏൽപ്പിച്ചു. യേശുവും ശിമോനുമായി പട്ടാളക്കാരുമായി പോകുന്നു. എത്തേണ്ട സ്ഥലത്ത്, തലയോടിടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവനെ അവർ ക്രൂശിച്ചു. സാധാരണ ഒരു ക്രൂശീകരണം അല്ലായിരുന്നു. അവൻ എത്രയും നീതിമാനായിരുന്നു എന്ന് അറിഞ്ഞിട്ടും പട്ടണത്തിലെ കലഹത്തിൽ അനവധി കൊള്ളയും കൊലപാതകങ്ങൾ നടത്തിയ ബറബ്ബാസിനെ വിട്ടുതരണമെന്നുള്ള ആളുകളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ അവരുടെ നിലവിളി കേട്ട പീലാത്തോസ് ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ ഈ യേശുവിനെ, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ യേശുവിനെ പട്ടാളക്കാരോടെ ക്രൂശിച്ചു. കള്ളന്മാരോടുകൂടെ അവനെ എണ്ണി അവനെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. യേശു ഇതെല്ലാം കേട്ടും കണ്ടും മനസ്സിൽ അതെല്ലാം ഓർത്ത് ആ കഷ്ടങ്ങൾ സഹിക്കുകയാണ്. എന്നാൽ ഇവിടെ കുരിശിൽ തറച്ചതിന് ശേഷം യേശു സംസാരിക്കുന്ന നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പറയുന്നത് പ്രകാരമാണ്, ഒരു പ്രാർത്ഥനയാണ്, പിതാവിനോടുള്ള പ്രാർത്ഥന. ഗത്സമനിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് പറഞ്ഞതിന് ശേഷം, ഇല്ലെങ്കിൽ അത് പിതാവിൻ്റെ ഇഷ്ടം തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം തനിക്കെതിരെ വരാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ മാനസികമായി ഒരുങ്ങി അവൻ അവിടെ പോകുകയാണ്. അതിനുശേഷമുള്ള പ്രാർത്ഥനയാണ് പിന്നത്തേത്. പിന്നത്തെ പ്രാർത്ഥന അതിൽ നിന്ന് വ്യത്യാസമാണ്. ഗത്സമനിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ പറഞ്ഞ പ്രാർത്ഥന വേറെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ എന്നെ തന്നെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത്, ആരെ സ്നേഹിച്ചുകൊണ്ടാണോ പിതാവ് തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് ശരിയാവണ്ണം മനസ്സിലാക്കിയ പുത്രൻ ആ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊരു പ്രാർത്ഥന നടത്തുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവരെ വീണ്ടെടുക്കാൻ വേണ്ടി ആകുന്നുവല്ലോ, മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടി ആകുന്നുവല്ലോ, പാപികളെ രക്ഷിക്കാൻ വേണ്ടി ആകുന്നുവല്ലോ ഈ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. അത് മനസ്സിലാക്കി പുത്രൻ പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു പ്രാർത്ഥന. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവിടെ പടയാളികളും മറ്റുള്ള ആൾക്കാരും യേശുവിനെ നേരിട്ട് അറിയത്തില്ലാത്ത അനേക ആൾക്കാരാണ് ഈ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ ഒറ്റിക്കൊടുത്തവരോ യേശുവിനെ ഇതുപോലെ കുരിശിച്ച് കൊല്ലണമെന്ന് ആഗ്രഹിച്ചവരോ
അവനെ അതിനുവേണ്ടി കൊണ്ടുവന്നവരോ അല്ല, ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പട്ടാളക്കാരാണ്. അവർക്കിതിനെക്കുറിച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുക, അത്രമാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവരെ നോക്കിക്കൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതിവേദനയുടെ നടുവിൽ ശരീരം എല്ലാ തരത്തിലും ക്ഷീണിച്ചിരിക്കുമ്പോൾ, 3 ആണിമേൽ ശരീരം തൂങ്ങി നിൽക്കുമ്പോൾ, പാരിനും പരത്തിനും മധ്യേ ഈ ദൈവപുത്രൻ ഉയർത്തപ്പെട്ടപ്പോൾ, നമ്മൾ 1-ാം പാഠമായിട്ട് വായിച്ച സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ രക്ഷപ്പെടേണ്ടതിന് മോശ മരുഭൂമിയിൽ അഗ്നിസർപ്പത്തെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. ഏവനെങ്കിലും ആ സർപ്പത്തെ നോക്കിയാൽ, അഗ്നിസർപ്പത്തിൻ്റെ ദംശനമേറ്റ് കടിയേറ്റ് ആരെങ്കിലും നോക്കിയാൽ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരുവൻ കിടന്ന കിടപ്പിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ അഗ്നിസർപ്പത്തെ നോക്കിയാൽ അവൻ രക്ഷപ്പെടും എന്നവിടെ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അത് യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച്, യേശുവിൻ്റെ ആ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്നുള്ള ആ പ്രയോഗത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. യേശു ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു, കുരിശിൽ ഉയർന്നു നിൽക്കുന്നു. രക്ഷപ്പെടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നോക്കുക ക്രൂശിൽ. അവിടെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്, ഒരു ദൈവപുത്രനുണ്ട്. അവൻ്റെ പ്രാർത്ഥന പ്രകാരമാണ് ഇവർ ചെയ്യുന്നത് അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഒരുപക്ഷെ ഈ ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. നമ്മൾ അറിഞ്ഞു എന്ന് പറയുന്നുവെങ്കിലും, നമ്മൾ മനസ്സിലാക്കി എന്ന് പറയുന്നെങ്കിലും, നമ്മൾ വേണ്ട രീതിയിലുള്ള ഗ്രാഹ്യമില്ലാതെ, ഈ യേശുവിനെക്കുറിച്ച്, ഈ ദൈവത്തെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഗ്രാഹ്യമില്ലാതെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഈ യേശു പ്രാർത്ഥിച്ചത് നമുക്കും വേണ്ടിയാണ് എന്ന് നമ്മൾ മറന്നു പോകാം. 2024 ആണ്ടിൽ നമ്മൾ ഈ തിരുമൊഴികളെ ധ്യാനിക്കുമ്പോൾ ക്രൂശിൽ കിടന്ന് ഒന്നാമത് ഈ യേശു, ഈ ദൈവപുത്രൻ മൊഴിഞ്ഞതായ തിരുമൊഴി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി നമ്മളെ നോക്കി യാതൊരു ചിന്തയുമില്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ദൈവിക കൽപ്പനകൾക്ക് മറുതലിച്ചുകൊണ്ട് പോകുമ്പോൾ, ദൈവ ഇഷ്ടത്തിന് പകരം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും ദൈവിക വെളിപ്പെടുത്തലിന് പകരം മറ്റുള്ള അനേകമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന എന്നെ നിങ്ങളെ നോക്കി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, യേശുവിന് ഇഷ്ടമില്ലാത്ത അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ പിന്നാലെ എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ അതിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ പോകുന്ന നമ്മെ നോക്കി പുത്രൻ പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. അവരൊറ്റ പ്രാർത്ഥനയിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒന്ന് കാതോർക്കാം. നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന യേശു, അതുമൂലം നമ്മൾ നേടിയ നേട്ടങ്ങൾ, നമ്മൾ ആർജിച്ചതായ ഉയർച്ചകൾ, അതെല്ലാം ഈ ദൈവപുത്രൻ്റെ ഒറ്റ നിലവിളിയിലാണ്, ഒറ്റ പ്രാർത്ഥനയിലാണ്. അതിനാൽ നമുക്ക് ആ പുത്രനോട് ചേർന്ന് നമുക്ക് നിൽക്കാം, ആ പുത്രൻ്റെ തിരുമൊഴികൾക്ക് കാതോർക്കാം, അവനെ നമുക്ക് യഥാർത്ഥമായി അനുഗമിക്കാം. ദൈവം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് തലയണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയിൽ നകുന്നുപോയ മനുഷ്യകുലത്തെ രക്ഷിപ്പാൻ, അങ്ങയോട് ചേർത്ത് നിർത്തുവാനായി അങ്ങ് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചല്ലോ. ഞങ്ങളെ രക്ഷിപ്പാനുള്ള അങ്ങയുടെ പദ്ധതിയുടെ ഏറ്റവും അവസാനത്തെ പദ്ധതി, മിഷൻ, അതെൻ്റെ പുത്രനിലൂടെ അത് അങ്ങ് നിർവഹിച്ചല്ലോ. അത് നിങ്ങൾ അറിയുന്നു കർത്താവേ. ഇന്നെന്ന പോലൊരു നാളിൽ ഞങ്ങൾക്ക് വേണ്ടി, സകല മനുഷ്യരാജ്യക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവല്ലോ. ഞങ്ങളറിയാതെ ചെയ്തു പോയ കുറവുകൾ, വീഴ്ചകളെല്ലാം അങ്ങ് ഞങ്ങളോട് പുത്രൻ പോലെ ക്ഷമിക്കണമേ. അങ്ങോട്ട് പറ്റിച്ച് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള നാളുകളിൽ അങ്ങോട്ട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവേ. പുത്രനെ അനുഗമിപ്പാൻ, പുത്രൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുപ്പാൻ ഞങ്ങളെ ദിനംതോറും സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയവ് കേൾക്കണമേ. ആമേൻ.